വെൽക്കം ബാക്ക് ടു ഓൾ. നമ്മൾ ഇന്നൊരു റോഡിൻ്റെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത റോഡിൻ്റെ പ്രോബ്ലത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ പ്രോബ്ലത്തിനുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റോഡുണ്ട്, ആ റോഡിൻ്റെ ഫോർമേഷൻ്റെ വീതി 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 10 മീറ്ററാണ് നമ്മുടെ റോഡിൻ്റെ വീതി എന്ന് തന്നിട്ടുണ്ട്. റോഡിൻ്റെ ഫോർമേഷൻ്റെ ചെരിവ് 14ാമത്തെ ചെയിനേജ് വരെ 1/150 ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 150 മീറ്റർ തിരശ്ചീനമായി സഞ്ചരിക്കുമ്പം 1 മീറ്ററാണ് അവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1/100 ആണ് ചെരിവുള്ളത്. എംബാങ്ക്മെൻറ്റിൻ്റെ സൈഡിലെ ചെരിവ് 2:1 ആണ്. ഫോർമേഷൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ 107 ആണ്. പിന്നെ ടാബുലാർ കോളും തന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. നിങ്ങൾക്ക് സാധാരണ ഒരു ഗ്രേഡിയൻറ്റ്, അതായത് ഒരു ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റ് ഉള്ള പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ 2 ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. 14ാമത്തെ ചെയിനേജ് വരെ 1/150 ആണ്. അത് കഴിഞ്ഞാൽ 1/100 ആണ്. നിങ്ങൾക്ക് ഒരു ഗ്രേഡിയൻറ്റ് വെച്ചേ ചെയ്യാനുള്ളൂ. അഥവാ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യാസം അതാണ്, ഒരു വ്യത്യാസം അതാണ്. പിന്നെ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയിനേജ് ആണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്റ്റൻസ് ആയിരുന്നു തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചെയിനേജ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ചെയിനേജ് ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ചെയിനേജ് 10ാമത്തെ ചെയിനേജ് 11ാമത്തെ ചെയിനേജ് അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് കാണണം? ഡിസ്റ്റൻസ് കാണണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനു മുന്നേ ഈ ഒരു റോഡിൻ്റെ എംബാങ്ക്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വീതി 10 മീറ്റർ ആണ്. സൈഡിലെ സ്ലോപ്പ് 2:1 ആണ്. ഉയരാണ് ഇങ്ങനെ കാണുന്നത്. ഉയരം മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ഈ ചെയിനേജ് ആദ്യം എഴുതാം. ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എത്ര അകലമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. 10ാമത്തെ ചെയിനേജ് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ. സാധാരണ ചെയിൻ എത്ര ഉണ്ട്? 30 മീറ്ററിൻ്റെ ചെയിനുണ്ട്, 20 മീറ്ററിൻ്റെ ചെയിനുണ്ട്. ഇവിടെ 30 മീറ്ററിൻ്റെ ചെയിനാണ്. അത് ക്വസ്റ്റ്യനിൽ പറയൂ കേട്ടോ. അപ്പോൾ 30 മീറ്ററിൻ്റെ ചെയിൻ ആയതുകൊണ്ട് 10ാമത്തെ ചെയിനേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 10 × 30, അപ്പോൾ 300 കിട്ടി. 11ാമത്തെ ചെയിനേജ് എന്ന് പറഞ്ഞാൽ എന്താ? 11 × 30, അപ്പോൾ 330 കിട്ടി. 12ാമത്തെ ചെയിനേജ് എന്ന് പറഞ്ഞാൽ എന്താ? 12 × 30, അപ്പോൾ 360 കിട്ടി. 13ാമത്തെ ചെയിനേജ് പറഞ്ഞാൽ 13 × 300, അപ്പം 390. അങ്ങനെയാണ് ഈ കോളം പോകുന്നത്. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് അങ്ങനെ തന്നെ എഴുതി. ക്വസ്റ്റ്യനിലുള്ളത് അങ്ങനെ തന്നെ എഴുതി. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ 107 ആണ് അല്ലേ. 107 അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ 107 ആണ്. അപ്പോൾ നമ്മൾ അതങ്ങനെ തന്നെ എഴുതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക? അതിനുള്ള സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിക്കോളാം കേട്ടോ. നോക്കൂ, ഞാൻ പറഞ്ഞു 150 ഹൊറിസോണ്ടലായി സഞ്ചരിച്ചാൽ 150 മീറ്റർ തിരശ്ചീനമായി സഞ്ചരിച്ചാൽ അവിടുത്തെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 1 മീറ്ററാണ് അല്ലേ. 30 മീറ്റർ അതായത് ചെയിൻ്റെ ലെങ്ത് 30 മീറ്റർ അല്ലേ. അപ്പം അവിടെ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എക്സ് എന്ന് കൊടുത്തു. ഇത് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അതറിയാലോ. അപ്പം 150 എക്സ് ഈക്വൽ ടു 30 എന്ന് കിട്ടും അല്ലേ. അപ്പം അതിൽ നിന്ന് എക്സ് എങ്ങനെ കിട്ടും? 30/150 എന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ ആൻസർ 0.2 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ എക്സിൻ്റെ വാല്യൂ എത്രയും നമുക്ക് കിട്ടിയത്? 0.2 കിട്ടി. അപ്പം എന്ത് ചെയ്യുക? 107 0.2 കുറച്ചാൽ 106.8, 106.8 0.2 കുറച്ചാൽ 106.6, 106.6 0.2 കുറച്ചാൽ 106.4, 106.4 0.2 കുറച്ചാൽ 106.2. അങ്ങനെ 14ാമത്തെ ചെയിനേജ് വരെ അല്ലേ. അത് കഴിഞ്ഞാൽ 1/100 ആണല്ലോ താഴത്തോട്ടുള്ള ചെരിവ്. അതപ്പോൾ എങ്ങനെ ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ 100 മീറ്റർ തിരശ്ചീനമായിട്ട് സഞ്ചരിച്ചാൽ അവിടെ 1 മീറ്ററാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ 30 മീറ്റർ സഞ്ചരിച്ചാൽ അവിടുത്തെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്
എക്സ് എന്ന് ഞാൻ കൊടുത്തു അല്ലേ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ കാണിക്കും? 100 എക്സ് ഈക്വൽ ടു 30 അല്ലേ. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? 30/100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ എന്ത് കിട്ടും? 30/100 ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0.3 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 14ാമത്തെ ചെയിനേജ് വരെ നമുക്ക് 0.2 കുറച്ചാൽ മതി. ബാക്കി ഈ 106.2 0.3 കുറയ്ക്കുക ബാക്കിയുള്ള പോർഷനിലൊക്കെ. അപ്പോൾ 105.9 കിട്ടും. 105.9 0.3 കുറച്ചാൽ 105.6 കിട്ടും. 105.6 0.3 കുറച്ചാൽ 105.3 കിട്ടും. അങ്ങനെ. അപ്പോൾ സംഭവം പിടികിട്ടിയല്ലോ. ഓക്കെ, എങ്ങനെയാണ് എന്താണ് കുറയ്ക്കേണ്ടത്? എക്സ് ആണ് കുറയ്ക്കേണ്ടത്. അതെങ്ങനെ കാണും? 1 in 150 എന്ന് തന്നു കഴിഞ്ഞാൽ 150 തിരശ്ചീനമായ 1 വെർട്ടിക്കൽ. അപ്പം 30 മീറ്ററിൻ്റെ ചെയിൻ ആകുമ്പം 30 അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് എക്സ് എങ്ങനെ കാണും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഒന്നുമില്ല, ഹൈറ്റ് ഓഫ് ബാങ്ക് കാണാൻ ഈ മുകളിലത്തിലെ ഈ വാല്യൂ നിന്ന് താഴത്തെ വാല്യൂ കുറയ്ക്കുക. അത് എഴുതാം അല്ലേ. 106.8 105.6 കുറയ്ക്കുക. അപ്പോൾ 1.2. അങ്ങനെ ഈ വാല്യൂസൊക്കെ കിട്ടും. ഇനി നമ്മൾ ഈ കോളത്തിൻ്റെ ഹെഡിങ് ഒക്കെ പഠിച്ചു വെച്ചോളാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഹെഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ചെയിനേജ് ആദ്യം കൊടുക്കുക. ആ ചെയിനേജ് 10, 12 എന്നുള്ളത് ഇവിടെ എഴുതാം. ലെങ്ത്ത് എങ്ങനെയാണ്? ലെങ്ത്ത് അറിയാലോ. 300, 330, 360 അങ്ങനെ കിട്ടി. 10ാമത്തെ ചെയിനേജ് ഇൻറ്റു 30 അല്ലേ. അപ്പം 300. നമ്മളത് നേരത്തെ പറഞ്ഞതാണ്. ഇനി ഹൈറ്റ് എത്ര കിട്ടും? ഹൈറ്റ് ഓഫ് എംബാങ്ക്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വാല്യൂ അല്ലേ. അത് അങ്ങോട്ട് എടുത്തെഴുതാം. ഇനി അടുത്ത മീൻ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വരിയിൽ ഒന്നും എഴുതാണ്ടാവില്ല അല്ലേ. 2ാമത്തെ വരി മുതലാണ് എഴുതേണ്ടത്. ആദ്യത്തെ 2 എണ്ണം കൂട്ടുക, ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 1.6. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 1.2 പ്ലസ് 1.16 ഹരണം 2 ചെയ്ത് കഴിഞ്ഞാൽ 1.18 അല്ലേ. ഇനി അടുത്തത് 1.16 പ്ലസ് 0.5 ഹരണം 2 ചെയ്ത് കഴിഞ്ഞാൽ 0.3. പിന്നെ 0.5 പ്ലസ് 0.78 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 0.64. അങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാം. ഇനി സെൻട്രൽ ഏരിയ കാണാൻ B ഇൻറ്റു D ആണ് അല്ലേ. ബിയുടെ വീതി 10 ആണ്. ഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ഗുണിക്കാം. 1.6 പ്ലസ് 10 ചെയ്താൽ 16 കിട്ടും. 1.18 പ്ലസ് 10 ചെയ്താൽ 11.8. അങ്ങനെ ഓരോന്നും ചെയ്യാം. അതായത് ഈ കോളത്തിനെ 10 കൊണ്ട് ഗുണിക്കുക അല്ലേ, B കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ കിട്ടും. സൈഡ് ഏരിയ SD² ആണ്. എക്സിൻ്റെ വാല്യൂ 2 ആണ്. ഡിയുടെ വാല്യൂ നമുക്കിവിടെ എഴുതി കിട്ടിയില്ലേ. ആദ്യത്തത് 1.6. അപ്പോൾ 2 ഗുണനം 1.6ൻ്റെ സ്ക്വയർ. അത് ചെയ്ത് കഴിഞ്ഞാൽ 5.12 കിട്ടും. ഇനി ഇവിടുത്തത് 2 ഗുണനം 1.18ൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2.78. അങ്ങനെ ഓരോന്നും ഇവിടെ എഴുതാം. ഈ 2 കോളം കൂടെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ കിട്ടും. അതായത് 16 പ്ലസ് ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞുതരാം. 16 പ്ലസ് 5.12 കൂടെ കൂട്ടുക, എന്നിട്ട് ഇവിടെ എഴുതാം. ചെയിൻ്റെ ലെങ്ത്ത് 30 മീറ്റർ ആണ്, അതിവിടെ എഴുതാം. ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇവിടെ എഴുതാം. കാരണം ഇക്വേഷൻ എന്താ? BD പ്ലസ് SD² ഇൻറ്റു L അല്ലേ. ആദ്യത്തെ 2 എണ്ണം ഇതും ഗുണിക്കുക, ഇവിടെ എഴുതാം. ഇനി ഇതും ഗുണിക്കുക, ഇവിടെ എഴുതാം. അങ്ങനെ. അപ്പോൾ ബാങ്കിങ്ങിന് ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടും. 3513.6 മീറ്റർ ക്യൂബ്. അത്രയും വോളിയം നമ്മൾ എക്സ്കവേറ്റ് ചെയ്തു. അതാണ് ആൻസർ. വളരെ സിമ്പിളാണ് ചെയ്യാം. ഇനി ഇതാണ് അതിൻ്റെ ഗ്രാഫ് കേട്ടോ. ചെയിനേജ് കൊടുക്കുക, റെഡ്യൂസർ ലെവൽ ഓഫ് ഗ്രൗണ്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് റോഡ് ഉണ്ടാവുക അല്ലേ. ആ റോഡിൻ്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ വാല്യൂ അതല്ലേ ഫോർമേഷൻ, അത് വെച്ച് ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.